എനിക്ക് തോന്നുന്നില്ല ശ്രീ ടിനി ടോമിനെ പോലെ ഈ ജിഹാദി പോലുള്ള കാര്യം. ഇത്രയും നാളും ടിനിയെ കുറിച്ച് കാര്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിലും ഇന്ന് സോഷ്യൽ മീഡിയാസ് മുഴുവൻ അവരുടെ കുടുംബം അടക്കരുന്ന് വിഷമിക്കുക. അവർക്കുണ്ട് കുടുംബം, എന്ത് ചെയ്തോ ഇല്ലേ എന്നുള്ള ഇപ്പോഴും തെളിവായിട്ടില്ല. അവരനുഭവിക്കുന്ന വേദന. അപ്പൊ പുരുഷന്മാരുടെ കൂടെ നിന്നു എന്ന് പറയുന്നത് തെറ്റല്ലേ? അവരുടെ ഭാര്യയുടെ കൂടെ ഞാൻ നിൽക്കുന്നത്, ഞാനൊരു ഭാര്യയില്ലേ? ഇപ്പൊ ഇനി ഒരു കാര്യം കൂടി, ഒരു പോളിസി വൈസ് ഇനിയും അൻസിബയ്ക്ക് ഒരു തർക്കം ഉണ്ടെന്നിരിക്കട്ടെ. അപ്പം 75 ലക്ഷം രൂപ നമ്മുടെ മറ്റേ അമ്പലത്തിന്റെ അവിടെ നിന്ന് മേടിച്ചു. അപ്പൊ എനിക്കറിയില്ല പല പ്രധാന ചാനലൊക്കെ മറ്റൊരു മതസ്ഥാപനം അങ്ങനെ ഒരു ഇതുമായി വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന്. എന്റെ അഭിപ്രായത്തിൽ അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും മേടിക്കണം. സന്തോഷമല്ലേ ഉള്ളൂ. സന്തോഷം. ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും മുസ്ലിം പള്ളിയാണെങ്കിലും അമ്പലമാണെങ്കിലും നാളെ ബുദ്ധിസ്റ്റുകൾ നിന്നാലും കലയ്ക്ക് അങ്ങനെ കല ജാതി മതത്തിനും ആയിക്കോട്ടെ. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അമ്പലത്തുകാരനെ പറഞ്ഞല്ലോ, ഒരു സ്ത്രീ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നു, ഇവിടെ അമ്പലത്തിൽ വന്ന് പ്രോഗ്രാം ചെയ്തു പോയത് ആ ഒരു ശ്വേതാ മേനോൻ. അവർ ചോദിക്കുക, ഞാൻ പ്രസിഡന്റാണ്, ഞങ്ങളുടെ സംഘടന ലേഡീസ് ആണ് കൊണ്ടുവന്നത്, ഞങ്ങൾക്കൊരു സ്പോൺസർഷിപ്പ് തരണം, ഇത്ര രൂപയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്, ശരി, താരസംഘടനയാണ്, ശ്വേതാ മേനോന്റെ സംഘടനയല്ല അത്, അതിനകത്ത് ഇരിക്കുന്നത് മോഹൻലാൽ മമ്മൂട്ടികൾക്കും പ്രഗത്ഭരാണ്. അദ്ദേഹം നോക്കിയപ്പോ എന്താ അദ്ദേഹത്തിന്റെ, എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത്? ദൈവ സഹായം പോലെ ഉള്ള ന്യൂസ് ചാനൽ മുഴുവൻ ശിവന്റെ അമ്പലം എന്നല്ല എഴുതി കാണിച്ച വേണ്ടല്ല.